ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സെമസ്റ്റർ 5 അഡ്മിഷൻ്റെ ഡീറ്റെയിൽസാണ്. ഒന്ന് ക്ഷമയോടൊന്ന് കേൾക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും മിസ്സായി പോകും. സ്കിപ്പ് ചെയ്യരുത്. ചെറിയൊരു വീഡിയോ, ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കിപ്പോൾ നിലവിലെ S4 എക്സാമിനേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാറ്റിവെച്ചൊരു എക്സാമിനേഷൻ മാത്സിൻ്റെ മാത്രമാണ്. അതിന് 21-ാം തീയതി ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ഒരു 12-13 ദിവസം ഗ്യാപ്പുണ്ട്. അന്നേരം അത്രയും ദിവസം നമുക്ക് കളയാൻ പറ്റില്ല. എന്തായാലും ഓൾമോസ്റ്റ് ഒക്കെ നിങ്ങൾ മുമ്പ് ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് മാത്സ് അത്യാവശ്യമൊക്കെ നോക്കി വെച്ചിരിക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഏകദേശ കണക്ക്. അതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും നല്ലപോലെ S4 എക്സാമിനേഷൻ എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് S5 ഡീറ്റെയിൽസിലോട്ട് വരാം. S5 നമുക്ക് പ്രധാനമായിട്ടും 6 പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട സെമസ്റ്ററുകളാണ് S5, S6. മാത്സിൻ്റെ പ്രധാനപ്പെട്ട പേപ്പേഴ്സുകളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഈ 2 സെമസ്റ്ററുകളിലാണ്. വളരെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഈ S5 6 പേപ്പറുകളിൽ 2 ഒന്ന് ലാബ് മാത്രമാണ് എക്സാമിനേഷൻ ഉള്ളത്. അത് പ്രോഗ്രാമിംഗ് ആണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. മറ്റൊന്ന് ഓപ്പൺ കോഴ്സാണ്. ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിന് ഓരോ കോളേജിലും ഓരോ പ്രൊസീജിയറുണ്ട്. അത് S5 ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് അത് അതർ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. ഓക്കെ, ഈ 2 പേപ്പർ ഒഴികെ പിന്നുള്ള 4 പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് മാത്സ് റിലേറ്റഡ് പേപ്പറാണ്. ഈ 4 മാത്സ് പേപ്പറിൻ്റെയും ക്ലാസ്സുകളാണ് നമ്മൾ S5 പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് റിയൽ അനാലിസിസ് 1, സെക്കൻഡ് പേപ്പർ കോംപ്ലക്സ് അനാലിസിസ് 1, തേർഡ് പേപ്പർ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര ഗ്രൂപ്പ് തിയറി, ഫോർത്ത് വൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇങ്ങനെ 4 പേപ്പറാണ്. നമ്മൾ 4 പേപ്പറിൻ്റെയും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ S5 നമ്മളുടെ 4 പേപ്പേഴ്സിൽ 2 പേപ്പർ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ പഠിക്കാം. ആർക്ക് വേണേലും പഠിക്കാവുന്നതാണ്, ഫ്രീ ആയിട്ട് പഠിക്കാം. അതിൻ്റെ ക്ലാസ്സുകൾ അത് സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. 2 സബ്ജക്റ്റുകൾ, ഒന്ന് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര ഗ്രൂപ്പ് തിയറിയും മറ്റൊന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും. ഈ 2 പേപ്പറുകൾ ഫ്രീ ആണ്, സൗജന്യമായിട്ട് പഠിക്കാം. അത് ആർക്ക് വേണേലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഫ്രീ ആയിട്ട്. അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നവർ എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ടെലഗ്രാമിലാണ് അതിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അത് ഓൾറെഡി യൂട്യൂബ് വീഡിയോസ് തന്നെയാണ്. ടെലഗ്രാമിലാണ് അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഞാനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ കയ്യിലുള്ള PDF നോട്ട്സ് കൂടി ഞാൻ അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്തേക്കാം. അന്നേരം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോപ്പി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീടുള്ള 2 സബ്ജക്റ്റുകളാണ് നമുക്ക് പെയ്ഡായിട്ട് വരുന്നത്. ഒന്ന് റിയൽ അനാലിസിസ് 1ഉം മറ്റൊന്ന് കോംപ്ലക്സ് അനാലിസിസ് 1ഉം. ഫീസൊക്കെ കഴിഞ്ഞ സെമസ്റ്ററിലെ പോലെ തന്നെയാണ്. 1500 പെർ സബ്ജക്റ്റ്. അല്ലാതെ 2 സബ്ജക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ചേർത്ത് വല്ല തുണിക്കടയിലെ കച്ചവടം പോലെ അല്ല. നമ്മൾ അങ്ങനെയുള്ള പറ്റിപ്പ് പരിപാടികളൊന്നുമില്ല. മാന്യമായ രീതിയിലുള്ള ഫീസ് തന്നെയാണ്. കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ഓരോ പേപ്പറിനും 1500 തന്നെയാണ്. ആദ്യത്തെ സെമസ്റ്റർ തൊട്ടേ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സെമ്മിലും റിയൽ അനാലിസിസിന് 1500, കോംപ്ലക്സിന് 1500 ഫീസ്. ഇനി ഇവയുടെ ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇതിൽ എടുക്കുന്ന ഈ 4 സബ്ജക്റ്റിൽ 3 ഞാനാണ് എടുക്കുന്നത്. കോംപ്ലക്സ് അനാലിസിസ് 1, അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര ഗ്രൂപ്പ് തിയറി, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഈ 3 സബ്ജക്റ്റും ഞാനാണ് എടുക്കുന്നത്. ഇത് 3ഉം കംപ്ലീറ്റ് പ്രീ വീഡിയോ റെക്കോർഡർ ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഈ 2 ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഫ്രീ ക്ലാസ്സുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നതെന്നുള്ളത്. ഇനിയുള്ള ഈ പെയ്ഡ് ക്ലാസ്സുകളിൽ കോംപ്ലക്സ് ആണ് ഞാൻ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് റൂമിനകത്തോടെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവരെ ക്ലാസ് റൂമിലോട്ട് ആഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് വീഡിയോസ് ആക്സസ് ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ വരെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും 24 hours എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് കണ്ട് പഠിക്കാവുന്നതാണ്. ഇനി റിയൽ അനാലിസിസ്, റിയൽ എടുക്കുന്നത് വേറെ ടീച്ചറാണ്. അത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ക്ലാസ് വരുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് വരുന്നത്. ആ ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴിയാണെങ്കിലും ആ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതേ ക്ലാസ് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴിയും ക്ലാസ് അറ്റൻഡ് ചെയ്യാം, റെക്കോർഡർ ക്ലാസ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് രണ്ടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ റെക്കോർഡർ ക്ലാസ് നോക്കി പഠിക്കാവുന്നതാണ്. ഗൂഗിൾ മീറ്റിലെ ക്ലാസ്സിന് ടൈം ഏകദേശം വരുന്നത് രാത്രി ആയിരിക്കും വരുന്നത്. 7:30 അല്ലെങ്കിൽ 8 ആ ഒരു ടൈമായിരിക്കും വരുന്നത്.
ഏകദേശം ഒരു മാക്സിമം ഒരു 1 hour, അതിനപ്പുറത്തോട്ട് ക്ലാസ് വരില്ല, അതിൽ കുറയുന്നെങ്കിലേ ഉള്ളൂ. ചെറിയ ഡ്യൂറേഷനിലെ ക്ലാസ് മാത്രമായിരിക്കും തരുന്നത്. നമ്മൾ റിയലിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21-ാം തീയതി S4 മാത്സിൻ്റെ എക്സാമിനേഷൻ കഴിയും. പിറ്റേ ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുക. എന്തായാലും എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് 23-ാം തീയതി തൊട്ട് നമുക്ക് റിയലിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. റിയലിൻ്റെ ക്ലാസ് 23 എന്ന് പറയുമ്പോഴത്തെ ഏകദേശം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമുക്ക് ഞാൻ ഈ പറഞ്ഞ ടൈം ഒക്കെ കറക്റ്റ് ടൈമൊക്കെ അഡ്മിഷൻ നിങ്ങളെന്തായാലും ഈ ദിവസത്തിൻ്റെയൊക്കെ അഡ്മിഷൻ എടുക്കുക. ഞാൻ കറക്റ്റ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് അറിയിക്കാം. നിങ്ങൾ കറക്റ്റ് ടൈം അപ്പോൾ 7:30 ആണോ 8 ആണോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിയിക്കാം. എന്നിട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് ക്ലാസ് വരുന്നതെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിയിക്കാം. ഓക്കെ, അത് ടീച്ചറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരു 4 ദിവസത്തെ ക്ലാസ് നമുക്ക് വേണ്ടി വരും. കാര്യം റിയലൊക്കെ അത്രത്തോളം പ്രാധാന്യമുള്ള സബ്ജക്റ്റുകളാണ്. പിന്നെ അതും മാത്രമല്ല, ഈ സബ്ജക്റ്റുകളെല്ലാം വളരെ ക്ലീനായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. കാര്യം ഇവയുടെയൊക്കെ കണ്ടിന്യൂഷനാണ് S6 വരുന്നത്. S6 6 പേപ്പറുള്ളത് 6 മാത്സ് പേപ്പറാണ്. ഓക്കെ, 6 തിയറിയുമാണ്. ഓക്കെ, അന്നേരം തിയറി മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പ്രാക്ടിക്കൽ ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, റിയലിൻ്റെ കണ്ടിന്യൂഷൻ S6 വരുന്നുണ്ട്, കോംപ്ലക്സിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്, അബ്സ്ട്രാക്റ്റിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. S5-ലും S6-ലും പൊതുവേ കുട്ടികൾ കൂടുതൽ പേപ്പറുകൾ തോൽക്കുന്ന സെമസ്റ്ററാണ് S5 S6. പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നമുക്ക് ഓൾറെഡി ഈ പേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് കാര്യമായി നല്ല ഗൗരവത്തിൽ പഠിക്കേണ്ടതാണ് ഓരോ സബ്ജക്റ്റുകളും. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പേപ്പറുകളെന്ന് പറയുന്നത് ഇത് 3 തന്നെയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് പ്രോബ്ലം പേപ്പറാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന പേപ്പറാണ്. നന്നായിട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഈ 3 പേപ്പറുകളിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര ഗ്രൂപ്പ് തിയറി. ധാരാളം തിയറംസും പ്രൂഫുകളും ഉണ്ട്. നല്ലതുപോലെ കൺഫ്യൂഷനൊക്കെ ആവുന്ന ഒരു പേപ്പറാണ്. അത് നല്ല മെനക്കെട്ട് നമ്മൾ ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ട് ആ പേപ്പർ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, തിയറവും പ്രൂഫുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, അതോടൊപ്പം എഴുതി പഠിക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ റിയൽ അനാലിസിസ് 1, ഈ 2 പേപ്പറാണ് കൂടുതൽ തിയറി ആയിട്ട് വരുന്ന പേപ്പറുകൾ. കോംപ്ലക്സ് അനാലിസിസ് എന്നിരുന്നാലും കോംപ്ലക്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പം എന്നൊന്നും ഞാൻ പറയത്തില്ല. കോംപ്ലക്സും അതുപോലെ തന്നെ തിയറവും പ്രൂഫുകളും ഈ 2 സബ്ജക്റ്റിനെ അപേക്ഷിച്ച് കുറവാണെങ്കിലും വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ്, വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസ്, പുതിയ ഐഡിയാസ് ഉള്ള പ്രോബ്ലംസൊക്കെയാണ് ഇതിനകത്ത് കോംപ്ലക്സിൽ വരുന്നത്. അതും നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു പേപ്പർ തന്നെയാണ്. അന്നേരം ഇതാണ് നമ്മളുടെ പേപ്പറുകളുടെ ഒരു ഏകദേശം ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ ഇന്ന് തൊട്ട് തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, അന്നേരം എല്ലാവർക്കും S5-ൽ നല്ലപോലെ പഠിക്കാൻ കഴിയട്ടെന്നും S4 എക്സാമിനേഷൻ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ, താങ്ക് യു.